നിങ്ങളുടെ കയ്യിൽ ഒരു 8 ലക്ഷം രൂപ എടുക്കാനുണ്ടോ എങ്കിൽ ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. മൊത്തം 8.25 സെന്റ് സ്ഥലവും 1600 സ്ക്വയർ ഫീറ്റ് വീട് കണ്ടോ. 3 ബെഡ്റൂമാണ് വന്നിട്ടുള്ളത്. അതിൽ 2 അറ്റാച്ച്ഡ്, ഒരെണ്ണം കോമൺ ആണ് വന്നിട്ടുള്ളത്. നല്ല വിശാലമായിട്ട് പുതിയ ഡിസൈനിൽ കൊടുത്തിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള വീട്. മുറ്റത്തൊക്കെ നല്ല ടൈലൊക്കെ വിരിച്ചാൽ ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു 3-4 കാറുകൾ വിശാലമായിട്ട് നമുക്ക് ഇവിടെ മുറ്റത്ത് ഇടാം. പോർച്ചിൽ മറ്റൊരു കാർ ഇടാവുന്ന സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അത്ര വിശാലമായിട്ടുള്ള വീടാണോ. അപ്പൊ വീടിന്റെ ബാക്കി ഡീറ്റെയിൽ കാണിച്ചു. നമ്മുടെ വീടിന് വറ്റാത്ത കിണറും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ആവശ്യം പോലെ വെള്ളമുള്ള ഏരിയ ഉണ്ടോ. അതുപോലെ തന്നെ പോർച്ചൊക്കെ നല്ല വിശാലമായിട്ടുള്ള പോർച്ചും കാര്യങ്ങളൊക്കെയാണ്. വീടിന് 3 തൂണുകൾ മനോഹരമായിട്ട് സ്റ്റോണിന്റെ ഒരു ഡിസൈനിൽ പാറ്റേൺ ചെയ്തിട്ടുള്ള ഒരു തൂണുകളും കാര്യങ്ങളും കൊടുത്തിട്ട് വലിയ സിറ്റ് ഔട്ട് കൂടിയിട്ടാണ് വീട് വന്നിട്ടുള്ളത്. സിറ്റ് ഔട്ടിലാണെങ്കിൽ ഒരു 5-6 ചെയറുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല മനോഹരമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈവനിങ്ങളിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മനോഹരമായിട്ട് സിറ്റ് ഔട്ട് ആണ്. അപ്പൊ ഈ സൈഡിലേക്ക് ആയാലും നല്ല രീതിയിൽ ടൈലൊക്കെ വിരിച്ച് നല്ല ഭംഗി തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ഓടിക്കടിച്ച് നടക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ വീടിന്റെ ഉള്ളിലേക്ക് പോവാട്ടോ. വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നല്ല രീതിയിൽ മനോഹരമായിട്ടുള്ള ഒരു മരത്തിന്റെ ഡോറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ തുറന്ന് ചെല്ലുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ഹാളിലേക്കാണ് കേട്ടോ. നല്ല മനോഹരമായിട്ട് തന്നെ ഇന്റീരിയർ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ടോപ്പൊക്കെ നല്ല ക്യൂട്ട് ഡിസൈനിങ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെയൊക്കെ ആയാലും നല്ല ഗ്രാഫിക് ഡിസൈനോട് കൂടിയിട്ടുള്ളൊരു സെപ്പറേഷൻ പാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്നാണ് ഡൈനിങ് ഏരിയയിലേക്ക് പോകണം കേട്ടോ. ഡൈനിങ് ഏരിയ നോക്കുമ്പോഴായാലും നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ്. ഇവിടെയാണ് TV യൂണിറ്റിലുള്ള സൗകര്യം കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. മുകളിലും നല്ല വർക്കും കാര്യങ്ങളും ലൈറ്റിങ്സും കാര്യങ്ങളും ഫിറ്റിങ്സ് നല്ല മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കിച്ചണിലേക്ക് പോകാം. കിച്ചണിലേക്ക് പോകുമ്പോഴേലും കാണാവുന്നതാണ് നല്ല മനോഹരമായിട്ട് ലൈറ്റിങ്സോട് കൂടിയിട്ട് നല്ല ഫിറ്റിങ്സും കബോർഡ് വർക്കും ചെയ്തിട്ടുള്ള ഒരു കിച്ചണാണ്. അത് നല്ല പ്രീമിയം ലുക്കിലാണ് കിച്ചണുള്ളത്. ഒരു സെക്കൻഡ് കിച്ചൺ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെയാണ് അടുപ്പ്, വിറകടുപ്പിനായിട്ടുള്ള ഒരു കിച്ചൺ കൊടുത്തിട്ടുള്ളത്. അതും നല്ല സെപ്പറേഷൻ ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ഇവിടെ സ്റ്റോറേജ് ഏരിയയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡൈനിങ് റൂമിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ടാണ് വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഭംഗി തന്നെ ഒരു വുഡ് പാറ്റേൺ ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്. അതും നല്ല സ്റ്റോറേജ് സ്പേസ് അടിയിലും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ആയിട്ട് മറ്റൊരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഏരിയ ആണ്. അപ്പൊ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോവാം. ആദ്യത്തെ ബെഡ്റൂം വരുമ്പോഴായാലും നല്ല മനോഹരമായിട്ടുള്ള ബെഡ്റൂമാണ് കേട്ടോ. ഈ വീടിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇന്റീരിയർ വർക്ക് തന്നെയാണ്. അത് ഏറ്റവും ഭംഗിയിൽ ഏറ്റവും ക്വാളിറ്റി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഫിറ്റിങ്സോട് കൂടിയിട്ടുള്ള ടോയ്ലറ്റും കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. ഈ ബെഡ്റൂം ആയാലും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ. നല്ല മനോഹരമായിട്ട് കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഫിറ്റിങ്സ് ഉള്ള ടോയ്ലറ്റ് ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ടോ. മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ബെഡ്റൂം വരുമ്പോഴായാലും നല്ല മനോഹരമായിട്ടുള്ള ബെഡ്റൂമും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഡബിൾ കോട്ട് ബെഡ് ഇടാവുന്ന സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ വീടിന്റെ കോമൺ ടോയ്ലറ്റ് കാണിച്ചു തരാം. ഇതാണ് കോമൺ ടോയ്ലറ്റ് വന്നിട്ടുള്ളത്. നല്ല ഫിറ്റിങ്സ് ഉള്ള ടോയ്ലറ്റ് തന്നെയാണ്. നല്ല ക്യൂട്ടായിട്ട് ഒരു സൈഡിൽ ഒതുക്കി വെച്ചിട്ടുള്ള കുഞ്ഞു ടോയ്ലറ്റ് ആണ് കേട്ടോ. അപ്പൊ ഈ മനോഹരമായിട്ടുള്ള വീട് സ്വന്തമാക്കാൻ ആഗ്രഹമുള്ളവർ എത്രയും വേഗം തന്നെ നമ്മൾ കോൺടാക്ട് ചെയ്ത വീടിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ 60 ലക്ഷം രൂപയാണ്. സ്ഥലത്തിന്റെ ലൊക്കേഷൻ വരുന്നത് ഐരാപുരം ആണ് കേട്ടോ. ഇവിടുത്തെ മെയിൻ ഹൈവേ